ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ലാസ് 2-ൻ്റെ 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കുറേ അറബി അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അവിടെ 3 വാക്കുകൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ എന്താണ്? ദൂതത്താണ്. ജറാദുൻ. പിന്നെന്താ വരുന്നത്? ഹസ്ഫൂറിനാണ് അല്ലേ. അപ്പോൾ അത് 3 ഇപ്പോൾ 2ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് അറബി അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കണം. ജറാദുൻ, ദൂതത്തുൻ, ഹസ്ഫൂറിനൊക്കെ. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ വാക്കുകൾ മീൻസ് അക്ഷരങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കൊടുത്തത്. നെക്സ്റ്റ് വരുന്നത് ഇവിടെ പിക്ചർ കളർ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഒരു കാറിൻ്റെ പിക്ചറാണ് തന്നത്. അപ്പോൾ ആ കാറിൻ്റെ മുകളിൽ എഴുതിയ കളർ എന്താണ്? അസ്രാക്കാണ്. അസ്രാക്ക് എന്ന് പറഞ്ഞാൽ ഏതാ കളറ്? ബ്ലൂ ആണല്ലേ. അപ്പോൾ ബ്ലൂ കളർ ചെയ്ത് കൊടുക്കുക. താഴെ അവിടെ എഴുതുകയും വേണം. അസ്രാക്ക് എന്ന് എഴുതിയിട്ട് ബോക്സ് കളർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് അഹമ്മറാണ്. അഹമ്മർ മുകളിൽ കാണുന്ന നിങ്ങൾക്ക് റെഡാണ്. അഹമ്മർ റെഡ്. പിന്നെന്താണ്? അഹ്ലർ ഗ്രീനാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാഠഭാഗത്ത് ഉള്ളതാണ് നമ്മളെ ബോഡി പാർട്സിൻ്റെ പേര്, അറബിയിലെ പേരെന്താണെന്ന്. കുറേ പാർട്സിൻ്റെ പേര് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ 4 ചോദിക്കുന്നുള്ളൂ. കണ്ണാണ് ആദ്യം. കണ്ണിന് എന്താ പറയുക? ഐന് അല്ലേ. ഐനെന്ന് എഴുതണം. പിന്നെ ചുണ്ടുണ്ട്. മൂക്കിന് എന്താണ്? അൻഫുൻ. പിന്നെ ചെവിക്ക് ഉദുനുൻ. അങ്ങനെ എല്ലാം പഠിച്ചു വെക്കുക. ഏതാണ് വരികയെന്നറിയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതൊക്കെ നോക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അവിടെ കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബാഹുൽ ഹൈർ പറയണം. അപ്പോൾ സബാഹുൽ നൂർ അവിടെ കൊടുത്തിട്ടുണ്ട്. കൈഫ അലക്കും ചോദിച്ചാൽ സെയിൻ അൽഹംദുലില്ല. പിന്നെ 2 അവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും ബോക്സിലുണ്ടാവും. അപ്പോൾ എന്തേക്കും ചോദിക്കുക? ഇലയ ഐനാന്ന് ചോദിക്കാം. ഇവിടെ പോവാണെന്ന്. അപ്പോൾ എന്താ പറയുക? ഇലയൽ ബുസ്താനിലേക്ക് പോവാണെന്ന് ഫറാഷത്ത് പറയും. പിന്നെ എന്താ പറയുന്നത്? ശുക്രൻ, ഹുഫൻ മറുപടി കൊടുത്തു. പിന്നെ ഇത് അതേപോലെ തന്നെ ഇത് വായിച്ചിട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കാനാണ്. അപ്പോൾ ഇത് മക്കൾക്ക് ഈസി വെച്ച് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഫറാഷത്ത്, പിന്നെ കുമാമത്തുൽ ഹുമാലത്തുൽ തൊആമി അവർ വേസ്റ്റ് എടുക്കുന്നത്. കുമാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കറിയാം വേസ്റ്റ് എടുക്കുകയാണ്. കിർദ് വന്നാൽ കിർദിൻ്റെ അടുത്ത് നേരെ എഴുതിയെടുക്കും. ഫറാഷത്ത് ലാസ്റ്റ് എന്താ വരിക? പല്ല് തേക്കുന്നുണ്ട് അല്ലേ. അതിനെന്താ അവിടെ കൊടുത്തിട്ടുണ്ട്? 4ാമത്തെ പോയിൻ്റാണ് അത് വരിക. പിന്നെ ലാസ്റ്റത്തെ ചോദ്യം വരുന്നത് ആദ്യം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാനാണ്. അപ്പോൾ താവൂസ് എന്ന് കണ്ടാൽ എല്ലാവർക്കും അറിയാം മയിലാണെന്ന്. അപ്പം മയിലിന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫീല് വന്നാൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാം അത്